എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ. ഞാൻ ഇന്ന് പറയുന്നത് വാടകയെക്കുറിച്ചാണ്. നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നല്ലേ. ഇപ്പോൾ 1-ാം തീയതി വാടകയാണെങ്കിൽ ഒരു 25-ാം തീയതി മുതലേ വാടകയ്ക്ക് നമ്മൾ ടെൻഷൻ അടിച്ച് തുടങ്ങും. കാരണം വാടക ജോലിയുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ. മാസ ശമ്പളം കിട്ടുന്നവർക്കാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ലായിരിക്കാം. എങ്കിലും ഈ കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന എന്നെയൊക്കെ പോലെയുള്ള ആൾക്കാർക്ക് വാടക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പേറ്റുനോവ് പോലെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചെന്നാൽ 25-ാം തീയതി മുതലേ നമുക്ക് ടെൻഷൻ തുടങ്ങി. കാരണം എപ്പോൾ കൊടുക്കാൻ പറ്റും? 1-ാം തീയതിയോ കൊടുക്കണ്ട, ഇനി 5 ദിവസമേ ഉള്ളൂ. എങ്ങനെ കൊടുക്കും? എങ്ങനെയാണ് ഇത് കിട്ടുക? എവിടെ നിന്ന് ഒപ്പിക്കും? ആരോട് ചോദിക്കും? ഇങ്ങനെയുള്ള ടെൻഷനുകളെല്ലാം വന്ന് ലാസ്റ്റ് 31-ാം തീയതി 30-ാം തീയതി നമ്മൾ പെട്ടുപോകുന്നൊരവസ്ഥയുണ്ട്. അത് പെയിനാണ്, നല്ല പോലൊരു പെയിനാണത്. ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരാളോടത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ അവർക്ക് മനസ്സിലാകണമെന്നില്ല. അതേപോലത്തെ ഒരു പെയിനാണ്. വാടകയുടെ അവസാനത്തെ ദിവസം നമ്മുടെ കയ്യിൽ പൈസ കിട്ടിയില്ല എന്നറിയുമ്പോൾ ആ ഒരവസ്ഥയെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. എല്ലാവരും എനിക്കറിയാം ഞാൻ ചെയ്യുന്ന വീഡിയോസൊന്നും എത്ര കണ്ടത് ഇതാകും അറിയില്ല. ഒട്ടും അഭിനയിക്കാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ ഒന്നും അറിയില്ല. അങ്ങനെ എനിക്ക് ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ അഭിനയിക്കാനോ ഒന്നും അറിയില്ല. എങ്കിലും എല്ലാവരും ചെയ്യുന്നത് നോക്കി അതേ രീതിയിലൊന്ന് അനുകരിക്കാൻ നോക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം വാടക കൊടുക്കാൻ ഒരാളെ കൊണ്ട് തന്നെ എല്ലാം കൂടി ഓടിയെത്തിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലോട്ട് വന്നത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. വാടക താമസിക്കുന്നവർക്കറിയാം വാടക കൊടുക്കാനാകുന്ന ആ ഡേറ്റ് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളാണ് എൻ്റെ ഏക പ്രതീക്ഷ.